ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു ആഗമനകാലം ആഗതമായി. ദൈവസ്നേഹത്തിന്റെ ഉണർത്തുപാട്ടുകൾ വിളിച്ചോതി അകൽച്ചകളിൽ നിന്ന് അനുരഞ്ജനത്തിലേക്ക് നയിക്കുവാൻ ഉൾപ്രേരണ നൽകുന്ന സുവാർത്തയുടെ കാലം. വീണ്ടെടുക്കപ്പെടുവാൻ കഴിയാതെ വണ്ണം ഒന്നും അന്യമാകുന്നില്ല എന്ന പ്രത്യാശ ദൂതുമായി രക്ഷാപദ്ധതിയുടെ സ്നേഹഗാഥ വീണ്ടും നാം ധ്യാനിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി യോസഫ് ശിഷ്യത്വത്തിന്റെ ഉദാത്ത ദൃഷ്ടാന്തം എന്ന തലക്കെട്ട് നൽകുന്നു. അതിന് ആധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 1:18 മുതൽ 23 വരെ. ഈ വാക്യങ്ങളിൽ യോസഫിന് യേശുവിന്റെ പിതാവാകുവാനുള്ള ദൈവനിയോഗ ബോധ്യം ഉത്ഭവിക്കുന്നതിന്റെ പശ്ചാത്തലമാണ്. വിവാഹാലോചനകൾക്കും നിശ്ചയത്തിനും ശേഷം വൈവാഹിക ജീവിതത്തിനായി ഒരുക്കപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് തന്റെ പ്രതിശ്രുത വധു ഗർഭസ്ഥയാണ് എന്ന് യോസഫ് അറിയുന്നത്. വിവാഹ ജീവിതത്തിന്റെ സ്വപ്നങ്ങളും ഭാവി ജീവിതത്തിന്റെ വസന്തങ്ങളും ചിന്തിച്ചു നടന്ന യുവാവിനുണ്ടാകുന്ന അപ്രതീക്ഷിത ആഘാതം എന്ന വിധത്തിൽ ഒരു അപ്രതീക്ഷിതമായ അനിശ്ചിതത്വം ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാധാരണ ജീവിതത്തിന്റെ ഗതിയെയും തന്റെ ഭാവിയുടെ തുടർ വഴികളെയും തകിടം മറിക്കുന്ന ഒരു അനുഭവം. സ്വാഭാവികമായി ഉണ്ടാകേണ്ടുന്ന വികാര വിസ്ഫോടനങ്ങൾ, വൈകാരികമായ പ്രതികരണങ്ങൾ ഇവയൊന്നും യോസഫിൽ നാം കാണുന്നില്ല. മറിച്ച് തന്റെ ഭാവിയുടെ അനിശ്ചിതത്വത്തിന്റെ നടുവിലും യോസഫ് തന്നേക്കാൾ കൂടുതൽ മറിയയുടെ ജീവനും മാനത്തിനുമായി വില നൽകിയതായി നാം മനസ്സിലാക്കുന്നു. യഹൂദ രീതി അനുസരിച്ച് വിവാഹ നിശ്ചയത്തിന്റെ അതിരുകൾ ലംഘിക്കപ്പെടുക എന്നത് മരണകരമായ കുറ്റമാണ്. മരണത്തിന്റെയും മാനഭംഗത്തിന്റെയും തുടർ കഥകളിലൂടെയാണ് അതിരുകൾ ലംഘിക്കുന്നവരുടെയും ശേഷ ജീവിതങ്ങൾ. 1-ാം നൂറ്റാണ്ടിലെ യഹൂദ രീതി അനുസരിച്ച് വിവാഹത്തിനു മുൻപ് ഗർഭസ്ഥയാകുന്ന സ്ത്രീകൾ കഠിനമായ വിചാരണയ്ക്കും ശിക്ഷയ്ക്കും പാത്രമാകുന്നു. വിവാഹം നിശ്ചയിക്കപ്പെട്ട വ്യക്തിക്ക് വിചാരണയുടെ വഴികളിലൂടെ അല്ലാതെയും പ്രതിശ്രുത വധുവിനെ ഉപേക്ഷിപ്പാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. തന്റെ പേരിനും ജീവിതത്തിനും ഭാവിക്കും കളങ്കമുണ്ടാക്കിയ മറിയയെ വിചാരണയുടെ കഠിന വീഴ്ചകൾക്ക് വിട്ടുകൊടുത്ത് വഴിയാധാരമാക്കുവാൻ യോസഫ് തയ്യാറാകുന്നില്ല. വ്യഭിചാരത്തിന്റെ വിചാരണകളിൽ നിന്ന് മറിയയെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അവളെ നിഗൂഢമായി ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നത്. തനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതായി അല്ല അതിനെ കാണേണ്ടത്, മറിച്ച് മറിയയുടെ ജീവനും മാനവും പൊതുവിൽ ചവിട്ടി അരയ്ക്കപ്പെടാതിരിക്കുവാൻ യോസഫ് സ്വീകരിക്കുന്ന മനുഷ്യത്വത്തിന്റെ നിലപാടാണ് ഇവിടെ ശ്രദ്ധ ആകർഷിക്കേണ്ടത്. തന്റെ ഭാവിയുടെ അനിശ്ചിതത്വങ്ങളുടെ നടുവിലും മനുഷ്യത്വത്തിന്റെ പരിഗണനകൾ യോസഫിൽ നിന്ന് പ്രവഹിക്കുന്നു. യോസഫിന്റെ മനുഷ്യത്വ ബോധത്തിലെ ദൈവികത ക്രിസ്തു ശിഷ്യരുടെ അടിസ്ഥാന സിദ്ധാന്തം ആക്കേണ്ടതാണ്. ജീവിത വഴികളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ മനുഷ്യത്വ പരിഗണനകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ പ്രേരിതരാകുമ്പോൾ യോസഫിന്റെ മനുഷ്യത്വത്തിന്റെ മനസ്സ് ഒരു ബദൽ ശബ്ദമായി നമ്മെ അസ്വസ്ഥമാക്കട്ടെ. കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷനായി യോസഫിന് മറിയയെ സ്വീകരിപ്പാനുള്ള നിർദ്ദേശം നൽകുമ്പോൾ ദൈവപുരുഷന്റെ വാക്കുകളോട് അനുസരണം കാട്ടുന്ന യോസഫ് ദൈവിക വഴികളെ പൂർണ്ണമായി വിശ്വസിക്കുകയും ഉപാധികളില്ലാത്ത അനുസരണം കാട്ടുകയും ചെയ്യുന്നു. തന്റെ വ്യക്തിപരമായ അജണ്ടകളെക്കാളും ദൈവപുരുഷന്റെ വാക്കുകളുടെ സത്യാംശത്തെ യോസഫ് കൂടുതൽ വിശ്വാസത്തിലെടുക്കുന്നു. തന്റെ ഭാവിയുടെ അനിശ്ചിതത്വങ്ങൾ, നാളെയുടെ ക്ലേശങ്ങൾ, വരുവാനിരിക്കുന്ന അഗ്നിപരീക്ഷകൾ, അവയെ ഒന്നും അത്ര ഗൗരവമായി കാണാതെ യോസഫ് ദൈവപുരുഷനാൽ ലഭിച്ച നിയോഗബോധ്യങ്ങളിൽ തന്റെ ജീവിതഗതിയെ നങ്കൂരമിട്ട് ഉറപ്പിച്ചു. ഏതു ശിഷ്യന്റെയും അടിസ്ഥാന നിലയും ശൈലിയും ഇതായിരിക്കണം: കരുണയുള്ള മനസ്സ്, മനുഷ്യത്വ ബോധ്യം, ജീവനെ സംരക്ഷിക്കാനുള്ള അതീവ ശ്രദ്ധ, ദൈവവിളിക്ക് തന്നെ വിധേയപ്പെടുത്തുക. അതാണ് ശിഷ്യത്വത്തിന്റെ നിയോഗ വഴികളിലെ ആദ്യ ചവിട്ടുപടികൾ. ഭാവിയുടെ ഭാരങ്ങളുടെ കണക്കിലെടുപ്പ് നടത്തി
ഈ നിന്റെ ദൈവവിളിയുടെ ആഹ്വാനങ്ങളെ ഗൗരവമായി എടുക്കാതെ ഒഴിഞ്ഞു മാറുന്ന ഇടങ്ങളിൽ യോസഫിന്റെ ദൈവീക അനുസരണം നമുക്ക് പ്രേരണയാകട്ടെ. ഓരോ നാളും പോറ്റുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മുടെ നിയോഗ വഴികളെയും ജീവിതങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, യോസഫിനെ പോലെ കരുണയുടെ കണ്ണുകൊണ്ട് മറ്റുള്ളവരെ കാണുവാനും മനുഷ്യത്വത്തിന്റെ ആഴമേറിയ പ്രതിഫലനങ്ങൾ ജീവിതയാത്രകളിൽ നൽകുവാനും നീ നൽകുന്ന നിയോഗങ്ങളെ ഏറ്റെടുക്കുവാനും നിന്നോട് അനുസരണമുള്ളവരായിരിക്കാനും ശിഷ്യത്വത്തിന്റെ നിലയും ശൈലിയും കൂടുതൽ വിശാലമാക്കുവാനും ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണത്തെ സ്വീകരിക്കണമേ. ആമേൻ.